എനിക്കറിയണം ഗുരുവേ, സുധി ദിവ്യച്ചയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോന്ന്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും ആ സ്നേഹം ദിവ്യയ്ക്ക് തിരിച്ചുണ്ടാവണമെന്നില്ല. എത്രയായാലും ദിവ്യയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ സ്ഥാനമായിരിക്കും സുധിക്ക് ദിവ്യ കൊടുത്തിട്ടുള്ളത്. അല്ല ഗുരുവേ, ദിവ്യച്ചയ്ക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിനക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഒന്നെനിക്കറിയാം. എന്താ സത്യ? സുധിക്ക് ചേച്ചി ഇഷ്ടമാണ്. ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് സുധി ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. സുധിക്ക് ഞാനൊരു ഭാരമാണ്. ഞാൻ സുധിയിൽ നിന്നകന്നാൽ സുധി തീർച്ചയായും ചേച്ചിയെ വിവാഹം കഴിക്കും. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്നറിയണം. അങ്ങനൊരു താല്പര്യം അവർക്കുണ്ടെന്ന് ഉറപ്പായാൽ, നീ ചോദിച്ചില്ലേ എന്താ അടുത്ത പ്ലാനെന്ന്, അവരുടെ വിവാഹം അത് നടക്കണം. അതായിരിക്കും സത്യയുടെ അടുത്ത തീരുമാനം. സത്യ, എന്റെ വിവാഹം നടന്നതിനേക്കാളും ആർഭാടമായി മണിമംഗലത്തുകാർ ആ വിവാഹം നടത്തണം. കതിർമണ്ഡപത്തിൽ ദിവ്യച്ചയും സുധിയും, അവിടെ വെച്ച് ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സുധി. അത് കണ്ടിട്ട് വേണം എനിക്കെന്റെ അടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ. എന്തൊക്കെയാ നീ പറയുന്നത്? നടക്കണമെന്ന് സത്യ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ. ശരി, ഞാൻ വിളിക്കാൻ തന്നെ. വൈദ്യരെത്തിയില്ലേ? ഇല്ല. ഇനിയിപ്പോ വൈദ്യര് ഇവിടുന്ന് പോയാലും എനിക്ക് ടെൻഷനില്ല. അതെന്താ സർ? ദിവ്യ തിരിച്ചറിഞ്ഞു. ഇനി ആരും കാവല് വേണ്ടല്ലോ. ജനി വിളിച്ചപ്പോഴും ദിവ്യയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ. മാഡം ഇനി എന്ന് വരും സർ? കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് അവളുടെ പപ്പയുടെ അടുത്തേക്ക് പോവും, അങ്ങ് ന്യൂസിലാൻഡിലേക്ക്. ഒരു പക്ഷേ ദിവ്യയുടെ വിവാഹത്തിന് വരുമായിരിക്കും. അതിനാദ്യം വിവാഹത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? വൈകാതെ വിവാഹത്തിന്റെ ഡേറ്റുമായി മണിമംഗലത്ത് നിന്ന് കോള് വരും. സത്യ തിരിച്ചു വരും മുമ്പ് വിവാഹം നടന്ന അതായിരിക്കും നല്ലത്. അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കണം. എന്റെ ഊഹം വെച്ച് രാഹുൽ ആവാനാണ് സാധ്യത. സത്യം മരിച്ചോന്ന് കേൾക്കാനാ എനിക്കിഷ്ടം. ദിവ്യക്ക് ഇഷ്ടപ്പെട്ട ആ വാർത്ത അതും പ്രതീക്ഷിക്കാം. സത്യ ഒളിവിൽ പോയതാണോ അതോ സത്യ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണോ? ഇതിൽ രണ്ടാമത്തേതാണ് ശരിയെങ്കിൽ താമസിയാതെ വെള്ളപൊതിച്ച സത്യയുടെ ശരീരം കോളനിയിൽ പൊതുദർശനത്തിനെത്തും. എത്തിക്കും ഞാൻ. സുധിയെ മലേഷ്യക്ക് പറഞ്ഞു വിട്ടത് അബദ്ധമായി. അവൻ ബിസിനസ് കാര്യത്തിൽ ഇപ്പോ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? അതൊക്കെ രക്ഷപ്പെടാനുള്ള അവന്റെ ചില തന്ത്രങ്ങളാ. രക്ഷപ്പെടാനോ? അതെ, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം മറ്റു പലതിലേക്കും ശ്രദ്ധ തിരിക്കുക. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനല്ല സുധി. നീയും സുജിതയും ചേർന്ന് അവന്റെ മനസ്സ് മാറ്റുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? സത്യയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. അത് മാത്രമാണല്ലോ നിങ്ങൾ രണ്ടുപേർക്കും ചിന്ത. സ്വന്തം മകന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഓ, അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ കഥയിലെ വില്ലൻ ഞാൻ തന്നെ. സ്വന്തം മകന്റെ ഭാവി തകർത്ത ദുഷ്ടനായ അച്ഛൻ. ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക്. അതിൽ ചിലപ്പോ സത്യം ഉണ്ടാവും. ദേ, ആ SI ആണല്ലോ. വരണം സാർ. സുധി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. സുധി ഇന്നലെ എത്തിയതേ ഉള്ളൂ.
ആള് സ്ഥലത്തില്ലേ? ഉണ്ട്. ഒന്ന് വരാൻ പറയും. ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. ശ്രുതിയോടൊന്ന് വരാൻ പറ. സാർ ഇരിക്കണം. ഹലോ സാർ. ഇല്ല, ഞാൻ സുദീപ് ചന്ദ്രന്റെ വീട്ടിലാണ് സാർ. സാർ, അന്വേഷണം നടക്കുന്നുണ്ട് സാർ. ശരി സാർ. സത്യയെക്കുറിച്ച് ഒരറിവും ഇല്ല അല്ലേ? അവൾ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് തന്നെയാ ഞങ്ങളും വിശ്വസിക്കുന്നത്. ആരാണ് സത്യയെ വണ്ടി ഇടിച്ച് അപായപ്പെടുത്താൻ നോക്കിയത്? വൈകിട്ട് 3-നും 4-നും ഇടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ആ റൂട്ടിലെ എല്ലാ CCTV ക്യാമറകളും ഞങ്ങൾ പരിശോധിച്ചു. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിട്ടോ ഇടിച്ചു വീഴ്ത്തിയതായിട്ടോ യാതൊരു തെളിവും കണ്ടില്ല. പിന്നെ സത്യ ആക്സിഡന്റ് ആയി എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമറയില്ല. അതാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുന്നത്. അപ്പോ സത്യയെക്കുറിച്ച് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് സാരം. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തണം സാർ. സാറിനറിയാവല്ലോ, ഒരു മരുമകളെ പോലെയല്ല, ഒരു മോളെ പോലെയാ ഞാൻ അവളെ കണ്ടിരുന്നത്. ആർക്കും ഒരു ദ്രോഹം അവൾ ചെയ്യില്ല. ആ സർ. കാര്യങ്ങളെല്ലാം സുധി അറിഞ്ഞിരിക്കുമല്ലോ. എന്ത് കാര്യങ്ങൾ? നിങ്ങളുടെ ഭാര്യ മിസ്സിംഗ് ആയെന്ന കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണോ? അവൾ ഇറങ്ങിപ്പോയത് ഇവിടെ നിന്നല്ല, അവളുടെ വീട്ടിൽ നിന്നാ. നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു അല്ലേ? അവള് പിണങ്ങിപ്പോയതാണ്. ഒരാൾ വിചാരിച്ച പിണക്കം നടക്കില്ലല്ലോ. അവര് തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര സുന്ദരമായിട്ട് വ്യാഖ്യാനിച്ചാലും പിണക്കം പിണക്കം തന്നെയാണ് സാർ. പിന്നെ സുധിയും സത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നതിനാൽ തന്നെ സത്യയുടെ മിസ്സിംഗ് കേസിൽ നിന്നും സുധിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അവൾ അവൾക്ക് തോന്നിയതുപോലെ എവിടേക്ക് പോയെന്ന് കരുതി എന്റെ മോൻ കുറ്റക്കാരനാവുന്ന എങ്ങനെയാ? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇക്കാര്യത്തിൽ നിയമം വിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കോളനിക്കാരാകെ ഇളകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സത്യയെ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്നാ കേട്ടത്. ഞാനും സത്യം ജീവിച്ചത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിന് ദാമ്പത്യ ബന്ധമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങള് വിവാഹം ചെയ്തവരല്ലേ? അതെ. അപ്പൊ പിന്നെ നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ്. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ തമ്മിൽ പിണങ്ങിയത്? അത് സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളെക്കാൾ ഒരുപാട് താഴെയായിരുന്നു സത്യ. അതിന്റെ പേരിൽ നിങ്ങൾ വഴക്കടിക്കാറുണ്ടോ? ഏയ് ഇല്ല. അവളെ ഒരു അന്യ പെൺകുട്ടിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. സുധി എത്രമാത്രം സത്യ സ്നേഹിച്ചിരുന്നു എന്ന് അന്ന് ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടതാണ്. പക്ഷേ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ആ ഓക്കെ, ഞാൻ ഇറങ്ങുന്നു സുധി. ശരി സാർ. ചിലപ്പോൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ വിളിക്കാം. ഓക്കെ സാർ, ഒരു മിനിറ്റ്. മോനെ, ആ തലതെറിച്ചവള് കാരണം പോലീസ് ഇവിടുന്ന് ഇറങ്ങുന്നില്ല. മുമ്പൊക്കെ സുജിത ഞാനും പറയുമ്പോ ആരും കേൾക്കാൻ തയ്യാറായില്ല. ദേ, ഇനിയെങ്കിലും നീ നിന്റെ ജീവിതം തെരഞ്ഞെടുക്കണം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ അമ്മയുണ്ടാകും എന്നും. സുധിയാണല്ലോ. സുധി, നീ എപ്പോഴാ എത്തിയത്?
വിശേഷങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതല്ല. മോനെ, നിങ്ങളുടെ മകള് കാരണം ഇതിപ്പോ 2ാമത്തെ തവണയാ ഇവിടെ പോലീസ് വരുന്നത്. സത്യ ആരുടെ കൂടെ ഒളിച്ചോടി പോയതിന് ഞാൻ എന്ത് പിഴച്ചു? ആരുടെ കൂടെ ഒളിച്ചോടാനോ? നീ എന്തൊക്കെയായി പറയുന്ന മോനെ? എന്നെ ഒഴിവാക്കി മറ്റാരുടെയോ കൂടെ പോകാൻ വേണ്ടി ആയിരിക്കുമല്ലോ അവൾ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. അയ്യോ മോനെ, അത് സത്യ അയച്ച നോട്ടീസ് അല്ല. ആരോ അവളെ ചതിക്കാൻ വേണ്ടി അയച്ചതാ. നിങ്ങളുടെ ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. സത്യമായിട്ടുള്ള ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. സത്യവുമായി എനിക്കിനി യാതൊരു ബന്ധവുമില്ല. സുധി, എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? ഒളിവിൽ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി നരകിച്ച് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. സുധി, എനിക്ക് വേണ്ടതൊരു ഭാര്യയാണ്, അല്ലാതെ ഒരു ഗുണ്ടയല്ല. മോനെ, ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ആരാ മോളെ വിളിച്ചത്? സുധിയാ. സുധി വന്നോ? വന്നു. എന്താ അവൻ പറഞ്ഞത്? അവന് സത്യ വേണ്ടാന്ന്. വേണ്ടെന്നോ? അവനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഈശ്വര, എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? സത്യ അന്വേഷിക്കാൻ പോലും സുധിക്ക് മനസ്സില്ലാന്ന് തോന്നുന്നു. സത്യയെ കാണാത്തതുകൊണ്ടാവും. അവനെ എങ്ങനെയാ നമ്മൾ കുറ്റപ്പെടുത്തുക? ഇത്ര ദിവസമായിട്ട് സത്യ നമ്മളെപ്പോലും ഒന്നും വിളിച്ചില്ലല്ലോ. ഇപ്പോഴത്തെ ദേഷ്യമൊന്നും കാര്യമാക്കണ്ട മോളെ. സത്യ വരുന്നതോടെ അവന്റെ എല്ലാ ദേഷ്യവും അവസാനിക്കും. ഈശ്വര, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കാതെ സത്യമോളെ എത്രയും വേഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ മോളെ. നീ എവിടെ പോയതായിരുന്നു? ചെയ്യേണ്ട കാര്യങ്ങള് അതിൻ്റെതായ സമയത്ത് തന്നെ നടക്കണം. അതിനെല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് നിന്നാലൊന്നും നടക്കില്ല. എന്താ ഇത്ര അർജന്റായിട്ട് ചെയ്യാനുള്ളത്? സുധിയുടെ കല്യാണം തന്നെ. അല്ല, അതിനിപ്പോ അവൻ വന്നതല്ലേ ഉള്ളൂ. വന്നല്ലോ, ഇനി ഒട്ടും വൈകാൻ പാടില്ല. നീ എവിടെ പോയതാണെന്ന് പറഞ്ഞില്ല. ജോത്സ്യരെ കാണാൻ. എന്തിന്? സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹത്തിന്റെ ഡേറ്റ് കുറിക്കാൻ. എന്നിട്ട് കിട്ടിയോ? ഈ മാസം 17-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ഈ മാസം 17-ാം തീയതി എന്ന് പറയുമ്പോ അതിനിപ്പോ അധികം ദിവസം ഇല്ലല്ലോ. എന്റെ അമ്മയെ നല്ല കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണമെന്നല്ലേ? എന്നാലും സത്യ സുധിയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താതെ സുധി വീണ്ടും വിവാഹം കഴിച്ചാ അത് കുറ്റമല്ലേ? സത്യ മരിച്ചു, അതുകൊണ്ടാ സുധി വേറെ വിവാഹം കഴിക്കുന്നേ. അല്ല, മരിക്കാനോ? നീ എന്തൊക്കെ ഈ പറയുന്നേ? കാണാനില്ലാത്ത ഒരാളെ എത്ര കാലം സുധി കാത്തിരിക്കണം? പോലീസ് അന്വേഷിക്കുന്നില്ലേ? എന്നിട്ട് ഇതുവരെ കണ്ടു കിട്ടിയില്ലല്ലോ. എന്നാലും സത്യ സുധിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം ദിവ്യയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാ മതി. സത്യ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത്രയും കാലം അവൾക്ക് വേണ്ടി സുധി കാത്തിരിക്കണോ? എനിക്കറിയില്ല. നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന എന്റെ പേടി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. താമസിയാതെ സത്യയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കും. പിന്നെ സുധി ആരെ വിവാഹം ചെയ്താലും ഒരു കുഴപ്പമുണ്ടാവാൻ പോകുന്നില്ല. അതിനിടയില് സത്യ തിരിച്ചു വന്നാലോ? സുധി സ്വന്തം ചേച്ചിയെ വിവാഹം കഴിച്ചതിന്റെ പേരില് സത്യ അവൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആദർശ തീരെയല്ലേ അവള്. അതിപ്പോ അച്ഛനോട് ഇക്കാര്യം എങ്ങനെ പറയും? തൽക്കാലം അച്ഛൻ ഇപ്പൊ ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. രഹസ്യമായിട്ട് രജിസ്റ്റർ മാരേജ് നടത്തിയാ മതി. എന്താണെങ്കിലും ഇക്കാര്യം ദിവ്യ അറിയിക്കാതെ പറ്റില്ലല്ലോ. ഞാൻ സംസാരിക്കാം. 17-ാം തീയതി അവൾക്ക് കൂടെ പറ്റുന്ന ദിവസമാണോന്ന് അറിയണമല്ലോ. ഹലോ. സുജിതയാണ്, സുധിയുടെ ചേച്ചി. ആ, ദിവ്യയുടെ നാത്തൂൻ. അതല്ലേ കുറച്ചുകൂടി ശരി. അപ്പോ ഓർമ്മയുണ്ട്. മറക്കാനുള്ള വിരോധം നമ്മൾ തമ്മിൽ ഇല്ലല്ലോ ചേച്ചി. സന്തോഷം.
ആ സുധി എത്തിയല്ലേ? എത്തി. അപ്പോൾ എത്രയും പെട്ടെന്ന് സത്യയും സുധിയും തമ്മിലുള്ള വേർപിരിയൽ നടക്കും. ആ, വേർപിരിയലിനെ കുറിച്ച് പറയാനല്ല ഞാനിപ്പോ വിളിച്ചേ. പിന്നെ കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് പറയാനാ. മനസ്സിലായില്ല. ദിവ്യ ഇല്ലേ അവിടെ? ഉണ്ട്, ഞാൻ കൊടുക്കാം. ആരാ? സുജിതയാ. എല്ലാം വേണ്ടതുപോലെ സംസാരിക്കണം. ഹലോ സുജിതേച്ചി. ആ മോളെ, സുഖാണോ നിനക്ക്? സുഖ ചേച്ചി. ചേച്ചി വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ. എന്താ ചേച്ചി? എന്തായിരിക്കും, നീ തന്നെ പറ. എന്റെയും സുധിയുടെയും മാരേജ്. മിടുക്കി, സമ്മതിച്ചിരിക്കുന്നു. നമുക്കൊരു ഡേറ്റ് കാണണ്ടേ? തീർച്ചയായിട്ടും. നിനക്കും സുധിക്കും ഒഴിവുള്ളൊരു ദിവസമായിരിക്കണം. സുധി വന്നെന്ന് അറിഞ്ഞു. എനിക്ക് സുധിയൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, നീ ഇങ്ങോട്ട് വാ. സുധിയെ കാണുകയും ചെയ്യാം, ഒപ്പം വിവാഹത്തിന് പറ്റിയൊരു ദിവസം നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ഞാൻ വരാം ചേച്ചി. ഓക്കെ. സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹം, അതാണ് അവരുടെ എയിം അല്ലേ? അതെ. അല്ല, എന്തിനാ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? സുധിയുമായി സംസാരിച്ച് ഏറ്റവും അടുത്തൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. ഗുഡ്. ദിവ്യയും സുധിയും തമ്മിലുള്ള വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അത് നടക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്.